എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 40-ാമത്തെ സർഗത്തിൽ 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇവർ ഒരു പ്രദേശത്തെ ഭൂമി മുഴുവനും കുഴിച്ചിട്ട്, സാഗരന്മാര് ഭൂമി മുഴുവനും കുഴിച്ചിട്ട് അവിടെ കുതിരയെയും അതുപോലെ കുതിരയെ കെട്ടുകൊണ്ടുപോയവനെയൊന്നും കണ്ടില്ല. ആ കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി എന്നാണ്. എന്നിട്ട് എന്താണ് പറയണതെന്നൊക്കെ നോക്കാം. 8-ാമത്തെ ശ്ലോകം ചൊല്ലാം. പരിക്രാന്താ മഹീ സർവ സത്വവന്തശ്ച സൂദിതാഃ ദേവദാനവരക്ഷാംസി പിശാചോരഗപന്നഗാഃ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ന ച പശ്യാമഹേശ്വം തേ അശ്വഹർത്താരമേവ ച കിം കരിഷ്യാമ ഭദ്രം തേ ബുദ്ധിരത്ര വിചാര്യതാം. അവര് അവിടെ ചെന്നിട്ട് അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു. പിതരം വാക്യം അബ്രുവൻ എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നാണെങ്കിൽ, ഞങ്ങൾ ഈ ഭൂമി മുഴുവനും പരതി നോക്കി. അതാണ് സർവ മഹി പരിക്രാന്ത. ഈ ഭൂമി മുഴുവനും ഞങ്ങൾ ചുറ്റി നടന്ന് സഞ്ചരിച്ച് അവിടെ എവിടെയെങ്കിലും കുതിരയെ കാണാനുണ്ടോ എന്ന് നോക്കി. എന്നിട്ടോ സത്വവന്തശ്ച സൂദിതാഹ, അവിടെ കാണുന്നതായിട്ടുള്ള സകലരെയും വകവരുത്തുകയും ചെയ്തു. അതാണ് സത്വവന്തഃ. ജീവനുള്ളവയെ എല്ലാവരെയും തന്നെ ഞങ്ങൾ വധിച്ചു. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസം മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ, അവിടെ പന്നകങ്ങൾ, പാമ്പുകളുണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു, അസുരന്മാരുണ്ടായിരുന്നു, അങ്ങനെ പാതാള ലോകവാസികളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വധിക്കുകയാണ്, ആയുധപ്രയോഗങ്ങളെ കൊണ്ട് വധിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറയണത്. സത്വവന്തശ്ച അസ്മാഭിഹി സുദിതാഹ, ജീവനുള്ളവരെ എല്ലാവരെയും തന്നെ നിങ്ങളാണ് ഈ കുതിരയെ കട്ടത്, നിങ്ങളാണോ കട്ടതെന്ന് ചോദിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 39-ാമത്തെ സർഗം അവസാനിപ്പിച്ചത്. അങ്ങനെ കുറേ പേരെ സൂദനം ചെയ്യുകയും ചെയ്തു. സൂദനം ചെയ്യാന്ന് വെച്ചാൽ വധിക്കുകയും ചെയ്തു. അവരിൽ പെടുമാരൊക്കെ ദേവദാനവരക്ഷാംസി പിശാച ഉരഗ പന്നഗാഹ. ദേവന്മാരുണ്ട്, അതിൽ ദാനവന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, പിശാചുക്കളുണ്ട്, ഉരകങ്ങളുണ്ട്, പാമ്പുകളുണ്ട്. ഉരകങ്ങളും പാമ്പുകളും രണ്ടായിട്ടാണ് പറയണത്. പന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ പാമ്പുകളാണ്. ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇഴഞ്ഞ് സഞ്ചരിക്കുന്നത് എന്തിനേയും ഉരകങ്ങളെന്ന് പറയും. അവിടെ അരണയായാലും ഓന്തായാലും പാമ്പല്ലാത്ത ജീവികളെയൊക്കെ ഉരകങ്ങളെന്നാണ് പറയുക. ആമ പോലെയുള്ളതൊക്കെ ഇഴഞ്ഞിഴഞ്ഞാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ കാണുന്നതിനെയൊക്കെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട്. എന്നിട്ടും അങ്ങനെയൊക്കെ തപ്പി നോക്കിയിട്ടും നച പശ്യാമഹേ അശ്വം തേ അശ്വം വയം ന പശ്യാമഹേ, അങ്ങനെയൊക്കെ അന്വേഷിച്ച് നടന്നിട്ടും ഞങ്ങൾക്ക് അങ്ങയുടെ കുതിരയെ കാണാൻ സാധിച്ചില്ല. കുതിരയെയും കണ്ടില്ല. അതുപോലെ തന്നെ അശ്വഹർത്താരമേവ നച പശ്യാമഹേ, കുതിരയെ കട്ടുകൊണ്ടുപോയവനെയും കണ്ടില്ല, കുതിരയെയും കണ്ടില്ല. കിം കരിഷ്യാമ വയം കിം കരിഷ്യാമ, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? ഭദ്രം തേ ബുദ്ധി അത്ര വിചാര്യതാം, അങ്ങയ്ക്ക് മംഗളങ്ങൾ ഭവിക്കട്ടെ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് പറഞ്ഞു തരൂ, ബുദ്ധി അതിൽ പ്രവർത്തിപ്പിച്ചോളൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ സഗരപുത്രന്മാർ സഗരനോട് വന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ പല ദിക്കിലും അന്വേഷിച്ചു, പല ദിക്കിൽ കുഴിച്ചു നോക്കി, പല ജീവികളെയും വധിച്ചു, എന്നിട്ടൊന്നും അങ്ങയുടെ കുതിരയെയും കണ്ടില്ല, കുതിരയെ കട്ടുകൊണ്ടുപോയവരെയും കണ്ടില്ല എന്ന്. അത് കേട്ടപ്പോൾ എന്താണ് അച്ഛൻ പറഞ്ഞത്? തേഷാം തദ്വചനം ശ്രുത്വാ പുത്രാണാം രാജസത്തമഃ സമന്യുരബ്രവീദ് വാക്യം സഗരോ രഘുനന്ദന. 11 കൂടി ചൊല്ലാം. ഭൂയഖനത ഭദ്രം വോ വിഭേദ്യ വസുധാതലം അശ്വഹർത്താരമാസാദ്യ കൃതാർത്ഥാശ്ച നിവർത്തത. തേഷാം തദ്വചനം ശ്രുത്വാ, സാഗരന്മാരുടെ മക്കളുടെ ആ വാക്കുകൾ കേട്ടിട്ട്, അതാണ് തേഷാം പുത്രാണാം തദ്വചനം ശ്രുത്വാ രാജസത്തമഃ സഗരഃ, രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാജാവ് സഗരൻ. അല്ലയോ രഘുനന്ദന, എന്താണ് പറഞ്ഞത്? സമന്യുഹു വാക്യം അബ്രവീദ്, കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെ, എവിടേക്കാണ് എൻ്റെ കുതിരയെ കൊണ്ടുപോയത്, ആരാണിത് കട്ടുകൊണ്ടുപോയത്, ഇത്രയും അന്വേഷിച്ചിട്ടും കിട്ടിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ട് ഇപ്രകാരം മക്കളോട് മറുപടി പറഞ്ഞു. അതാണ് സമന്യു, ദേഷ്യത്തോടു കൂടിയിട്ട്. അതായത് കുട്ടികളൊക്കെ അന്വേഷിച്ച് കിട്ടാത്തതിൽ അതിനോടുള്ള ദേഷ്യം,
കുതിര എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചത്, കുതിരയെ എവിടെയാണോ ഒളിപ്പിച്ചേക്കണത്, ആരാണ് കട്ടുകൊണ്ടുപോയതെന്നുള്ളത് തീർച്ച വരുത്താത്തത് കൊണ്ട് വരുന്ന ദേഷ്യം, അങ്ങനെ പല പല കാര്യങ്ങളെ കൊണ്ടും സഗര മഹാരാജാവിന് ദേഷ്യം വന്നു. അതാണ് സമന്യു ലേശം ദേഷ്യപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അവരോട് പറയാണ്, ഭൂയ ഖനത ഭദ്രം വോ, നിങ്ങൾ ഇനിയും ഇനിയും ഭൂമി കുഴിച്ചോളൂ. ഭൂയഹ ഖനത, ഭൂയഹ വീണ്ടും 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 ഖനിച്ചോളൂ, ഭൂമി കുഴിച്ചു നോക്കിക്കോളൂ. വഹ ഭദ്രം, നിങ്ങൾക്ക് മംഗളമേ വരുള്ളൂ. നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ പോണത് അത് അവിടെ എത്തുമ്പോൾ കാണുകയും ചെയ്യാം. വസുധാതലം വിഭേദ്യ, ഈ ഭൂമി തലം ഇനി എവിടെയൊക്കെയാണോ ഉള്ളത് അത് മുഴുവനും തുരന്നാൽ, അതൊക്കെ കീറി മുറിച്ചാൽ, അതിനെയൊക്കെ തുരന്നു ചെന്നാൽ അശ്വഹർത്താരം ആസാദ്യ, അവിടെ നിങ്ങൾക്ക് അശ്വത്തിനെ കട്ടുകൊണ്ടുപോയവനെ കാണാൻ സാധിക്കും. അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയവനെ കണ്ടിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആസാദ്യ കൃതാർത്ഥാശ്ച നിവർത്തത, കൃതാർത്ഥന്മാരായിട്ട്, നിങ്ങൾ ഏതൊരു പ്രവൃത്തിക്ക് ഉത്സാഹിച്ചിട്ടാണോ പോയത് അത് നേടിയവരായിട്ട് തിരിച്ചു വരുവിൻ എന്ന് മക്കളോട് പറഞ്ഞു. കുറച്ച് ദേഷ്യത്തിലാണ് പറഞ്ഞത്, കുതിരയെ കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ്. അങ്ങനെ നിങ്ങൾ ഇനിയും പോയി കുഴിച്ച് താഴെ എത്തുമ്പോൾ അവിടെ കുതിരയെ കട്ടവനെ കാണാൻ പറ്റും, അവനെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മക്കളെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ മക്കൾ എന്താ ചെയ്തത്? 12ാമത്തെ ശ്ലോകം നോക്കാം. പിതുർവചനമാസാദ്യ സഗരസ്യ മഹാത്മനഃ ഷഷ്ടിപുത്രസഹസ്രാണി രസാതലമഭിദ്രവൻ. മഹാത്മന സഗരസ്യ പിതുഹു വചനം ആസാദ്യ, തൻ്റെ അച്ഛനായിട്ടുള്ള, തങ്ങളുടെ അച്ഛനായിട്ടുള്ള ആ മഹാത്മാവായിട്ടുള്ള സഗരൻ്റെ വാക്കുകൾ കേട്ടിട്ട്, വചനം ആസാദ്യ വചനം ശ്രുത്വ ഇത്യർത്ഥ, വാക്കുകൾ കേട്ടിട്ട് ഷഷ്ടി പുത്രസഹസ്രാണി, ആ 60,000 മക്കളും രസാതലം അഭിദ്രവൻ, രസാതലത്തിലേക്ക് ഓടിച്ചെന്നു. അതായത് ഭൂമിയുടെ അവിടെ നിന്ന് കുഴിച്ച് താഴത്തേക്ക് പോയല്ലോ, അപ്പം രസാതലത്തിൻ്റെ അവിടെ എത്തി. അവിടെ നിന്നും കുഴിച്ചോളാനാണ്, ഭൂമി കുഴിച്ചോളാനല്ല. പിന്നെയും താഴത്തേക്ക് പോയി നോക്കൂ, അവിടെ താഴത്തെ അവസാനം ഈ കുതിരയെ കട്ടുകൊണ്ടുപോയവരെയൊക്കെ കാണാൻ പറ്റും എന്ന് കേട്ടതോടു കൂടിയിട്ട് മക്കളെല്ലാവരും കൂടി ഓടി രസാതലത്തിലേക്ക് അവിടെ നിന്ന് കുഴിക്കാനായിട്ട് ഓടി വന്നു എന്നാണ് പറയണത്. രസാതലം അഭിദ്രവൻ, രസാതലത്തിലേക്ക് ഓടിയെത്തി. അങ്ങനെ താഴത്തേക്ക് കുഴിച്ചപ്പോൾ എന്താ കണ്ടത്? അതാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഖന്യമാനേ തതസ്തസ്മിൻ ദദൃശുഃ പർവ്വതോപമം ദിശാഗജം വിരൂപാക്ഷം ധാരയന്തം മഹീതലം. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. സപർവതവനാം കൃത്സ്നാം പൃഥ്വീം രഘുനന്ദന ധാരയാമാസ ശിരസാ വിരൂപാക്ഷോ മഹാഗജ. തതഃ തസ്മിൻ ഖന്യമാനേ, അതിനുശേഷം അതിൻ്റെ താഴത്തേക്ക് പിന്നെയും കുഴിച്ചു പോയപ്പോൾ അവിടെ ഒരു ജീവിയെ കണ്ടു. അതാണ് പറയണത്. ദദൃശു, അവരെല്ലാവരും കണ്ടു. ആരെയാണ് കണ്ടത്? പർവ്വതോപമം മഹീതലം ധാരയന്തം വിരൂപാക്ഷം ദിശാഗജം ദദൃശു. വലിയൊരു പർവ്വതം പോലെ, രസാതലത്തിലേക്ക് കുഴിച്ചു പോയപ്പോഴാണ് അവിടെ വലിയൊരു പർവ്വതം പോലെ ഒരു ദിശാഗജത്തെ കണ്ടു. ദിശാഗജം ദിഗ്ഗജം എന്നർത്ഥം. ദിക്ക് എന്നും ദിശ എന്നും പറയാറുണ്ട്. ദിക്ക് എന്നുള്ളത് ഏകവചനത്തിലാണ്, ദിശ എന്നുള്ളതും ഏകവചനത്തിൽ തന്നെയാണ്. അപ്പോൾ ദിശാഗജത്തെ, അഷ്ടദിഗ്ഗജങ്ങളിൽ ഒന്നായിട്ടുള്ള വിരൂപാക്ഷൻ എന്നു പേരുള്ള ആനയെ കണ്ടു. ആ ആന എന്താ ചെയ്യണത്? മഹീതലം ധാരയന്തം, ഈ ഭൂമിയെ മുഴുവനും താങ്ങി നിർത്തുന്നത് ഈ വിരൂപാക്ഷൻ എന്നു പേരുള്ള ആനയാണ്. ഭൂമിയെ താങ്ങി നിർത്തുന്ന പർവ്വതോപമാന ശരീരത്തോടു കൂടിയവനായ ഒരു ദിശാഗജത്തെ, വിരൂപാക്ഷൻ എന്നു പേരുള്ള ദിഗ്ഗജത്തെ ഈ സഗരന്മാര് അവിടെ കാണുണ്ടായി. മഹീതലം ധാരയന്തം, അപ്പോൾ ദിഗ്ഗജങ്ങളാണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്നാണ് പറയണത്. അപ്പോൾ കിഴക്ക് ദിക്കിലെ ദിഗ്ഗജമായിട്ടാണ് വിരൂപാക്ഷനെ കണക്കാക്കുന്നത്. ആ വിരൂപാക്ഷനാൽ താങ്ങി നിർത്തപ്പെടുകയാണ് ഭൂമി ചെയ്യണത്. അങ്ങനെ കുഴിച്ചു പോയപ്പോഴാണ് അവിടെ അഷ്ടദിഗ്ഗജങ്ങളിൽ വിരൂപാക്ഷനെ കാണുന്നത്. ആ വിരൂപാക്ഷ ഗജം എന്താ ചെയ്യണത്? സപർവതവനാം കൃത്സ്നാം പൃഥ്വീം രഘുനന്ദന, അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, പർവ്വതങ്ങളോടും കാടുകളോടും കൂടിയ ഈ ഭൂമിയെ മുഴുവനും തന്നെ കൃത്സ്നാം പൃഥ്വീം മഹാഗജ വിരൂപാക്ഷ ശിരസാധാരയാമാസ, ഈ മഹാഗജമായിട്ടുള്ള വിരൂപാക്ഷൻ തൻ്റെ ശിരസ്സുകൊണ്ട് ധരിക്കുന്നു, വഹിക്കുന്നു എന്നർത്ഥം. അതായത് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത്
അഷ്ടദിഗ്ഗജങ്ങളാണ്. അപ്പോൾ അവയുടെ എന്തെങ്കിലും ഇളക്കങ്ങൾ അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ശിരസ്സൊന്ന് ഇളക്കുന്നതൊക്കെയാണ് ഭൂമിക്ക് കമ്പനം അഥവാ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പൂർവ്വകാലങ്ങളിലെ പുരാണ കഥകളിലൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിവിടെയും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പർവ്വതങ്ങളോടും വനങ്ങളോടും കൂടിയ ഭൂമിയെ താങ്ങി നിർത്തുന്ന വിരൂപാക്ഷൻ എന്നു പേരുള്ള ഒരു ആനയെ കിഴക്ക് ദിക്കിൽ താങ്ങുന്ന, അങ്ങനെ 8 ദിക്കുകളുണ്ട്, 8 ദിക്കിലും ആനകളുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് കിഴക്ക് ദിക്കിൽ താങ്ങി നിർത്തുന്നതായ വിരൂപാക്ഷൻ എന്നു പേരുള്ള ആനയെ കണ്ടു എന്നാണ്. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പരിക്രാന്താ മഹീ സർവാ സത്വവന്തശ്ച സൂദിതാ ദേവദാനവരക്ഷാംസി പിശാചോരഗപന്നഗാഃ ന ച പശ്യാമഹേശ്വം തേ അശ്വഹർത്താരമേവ ച കിം കരിഷ്യാമ ഭദ്രം തേ ബുദ്ധിരത്ര വിചാര്യതാം തേഷാം തദ്വചനം ശ്രുത്വാ പുത്രാണാം രാജസത്തമ സമന്യുരബ്രവീദ് വാക്യം സഗരോ രഘുനന്ദന ഭൂയഃഖനത ഭദ്രം വോ വിഭേദ്യ വസുധാതലം അശ്വഹർത്താരമാസാദ്യ കൃതാർത്ഥാശ്ച നിവർത്തത പിതുർവചനമാസാദ്യ സഗരസ്യ മഹാത്മനഃ ഷഷ്ടിഃ പുത്രസഹസ്രാണി രസാതലമഭിദ്രവൻ ഖന്യമാനേ തതസ്തസ്മിൻ ദദൃശുഃ പർവ്വതോപമം ദിശാഗജം വിരൂപാക്ഷം ധാരയന്തം മഹീതലം സപർവ്വതവനാം കൃത്സ്നാം പൃഥിവീം രഘുനന്ദന ധാരയാമാസ ശിരസാ വിരൂപാക്ഷോ മഹാഗജ. അങ്ങനെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് ഈ 60,000 പുത്രന്മാരും ഭൂമി മുഴുവനും കിളച്ച് കുഴിച്ച് താഴത്തേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ താഴത്തേക്ക് പോയാൽ അവിടെ ഈ അശ്വത്തിനെ കട്ടുകൊണ്ടുപോയവനെ കാണാൻ പറ്റും എന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് അവരത് ചെയ്തത്. അങ്ങനെ പോയി ആദ്യം കാണുന്നത് വിരൂപാക്ഷൻ എന്നു പേരുള്ളൊരു ആനയാണ്. ബാക്കി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.